ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടോ? വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത ഇതുപോലൊരു പുലാവ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. അധികം കളറുകളൊന്നുമേ ഇല്ല, മസാലകളൊന്നുമേ ഇല്ല, വളരെ ടേസ്റ്റിയാണ്. മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ടേസ്റ്റ് കുറവാന്നൊന്നുമേ ചിന്തിക്കേണ്ട. കണ്ടില്ലേ, അധികം കുഴഞ്ഞു പോകാതെ നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചിക്കൻ പുലാവ് എന്ന് വേണമെങ്കിൽ പറയാം. നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ഇതിന് തന്നെയാണ് കൈമ അരി എന്നും പറയുന്നതെന്ന് തോന്നുന്നു. തെറ്റാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. എൻ്റെ അറിവ് ഇത് രണ്ടും ഒരു അരി തന്നെയാണെന്നാ. അപ്പോൾ ഇതില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. നീളമുള്ള റൈസ് അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ആയാലും നിങ്ങൾക്ക് പരുവത്തിന് വേവിച്ചെടുക്കാൻ അറിയാവുന്ന റൈസ് ഏതുണ്ടെങ്കിലും യൂസ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. ആദ്യം ഈ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കണം. ഇത് കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ ചിക്കൻ ഉണ്ട്. ഒത്തിരി ചെറിയ പീസായിട്ടല്ല, ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചത്, 10 ഗ്രാമ്പൂ, പട്ട ഒരു വലിയ 2 കഷ്ണം, ചെറിയ ജീരകം, നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ, പെരും ജീരകം 1 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മല്ലി, 2 പച്ചമുളക്, ചെറുതും വലുതുമായിട്ട് ഒരു 7 വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 സവോളയുടെ പകുതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ നിന്നും ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം വെക്കാം. ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിയുടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അരി വേവാനായിട്ട് 6 ഗ്ലാസ് വെള്ളം വേണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ സ്റ്റോക്കും ആവും, ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വേവുകയും ചെയ്യും. അപ്പോൾ ഈ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നമുക്ക് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം ഇത് ചിക്കനും വേവണം. അതുപോലെ തന്നെ ഈ വെള്ളം ഒരു 4 ഗ്ലാസ് ഒക്കെ ആവും. പിന്നെ ബാക്കി സാധാ വെള്ളം ചേർത്ത് നമുക്ക് അരി വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ചിക്കനിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കണം. അതിനു വേണ്ടി ഇത് കഴിഞ്ഞ് നമ്മൾ റൈസിന് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഗ്രേവിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഈ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ. ഇപ്പോൾ ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആയി. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഇത്തിരി വറ്റിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിൽ ഇതാ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ചിക്കൻ മാറ്റാം. ചിക്കൻ മാറ്റിയ ശേഷം ഈ സ്റ്റോക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനകത്തെ സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്നുമേ നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഓൾറെഡി ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് പുലാവ് വെക്കാൻ ആവശ്യമായ വലിയൊരു പാത്രം വെക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഫുൾ നെയ്ക്കകത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഓയിലും നെയ്യൂടെ മിക്സ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ഓയിൽ നന്നായിട്ട് വേണം. നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ടാണ് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 സവാള. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതായത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, എന്നാലൊന്ന് നിറം മാറുകയും വേണം. അപ്പോൾ അതാ ഉള്ളി ഏകദേശം കളർ മാറി വരുന്നുണ്ട്, എന്നാൽ ഒത്തിരി അങ്ങ് ഫ്രൈ ആയിട്ടില്ല. ഈ ഒരു പരുവം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരി അനുസരിച്ച് അത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്കിലും ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ എരി നോക്കിയിട്ടാണ് ഇവിടെ ചേർക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ കടായി നോൺ സ്റ്റിക്ക് അല്ല, സാധാ കടായിയാണ്. നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഫ്രൈ ആവട്ടത്. ഏകദേശം ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് അതൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തൈര് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ തൈരിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റണം. ഇപ്പോൾ ആ തൈരിനകത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പെരണ്ടിട്ടുണ്ടേ. അത് ഇട്ടേച്ച് വെറുതെ അങ്ങ് ഇടരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആ ചിക്കൻ സ്റ്റോക്കും ബാക്കി വെള്ളവും, ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ടോട്ടൽ 6 ഗ്ലാസ് വെള്ളം, ചിക്കൻ സ്റ്റോക്ക് ഉൾപ്പെടെ. ഇനി ഉപ്പ് നോക്കണം.
ചിക്കനകത്തും ഉപ്പുണ്ട്, അത് കണക്കാക്കി ഉപ്പിടാവേ. അപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ട്, ഒരു ലേശം ഉപ്പൂടെ റൈസിന് വേണ്ടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്നിടാം, ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പം ഇതാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു. നമ്മൾ ആദ്യത്തെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ ഒത്തിരി അങ്ങ് വെന്ത് പോവല്, കാരണം നമുക്ക് ഇങ്ങനെ കിടന്ന് വേവാനുള്ളേ കേട്ടോ. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ കുതിർത്തിട്ട് വാരി വെള്ളം വലാൻ വേണ്ടി വെച്ചിരുന്നത്. അരി നന്നായിട്ട് കുതിർന്നേ, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഇളക്കണ്ട, പൊടിഞ്ഞു പോവും. അപ്പം ഇനി അടയ്ക്കണ്ട, തുറന്ന് തന്നെ ഇരിക്കട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് തീ ഏറ്റവും കുറച്ചിടുക, നമുക്ക് അടച്ചിട്ടേക്കാം. അതായത് ദം ചെയ്യുന്നതിന് പകരമാണ് ഈ ചെയ്യുന്നത്. നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചെറിയ ഫ്ലെയിമിൽ കണ്ടോ വെള്ളം വറ്റി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒത്തിരി ഇട്ടിളക്കല്ലേ. അപ്പോൾ ഇത് തിളച്ച ശേഷം ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ടായിരുന്നു. അതിന് ശേഷവും ചെറു തീയിലാണ് ഇട്ടേക്കണേ. അതിന് ശേഷവും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇതാ ഇപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഇളക്കുന്നില്ല, മൊത്തം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സമയം നിങ്ങൾക്കൊരു ഊഹത്തിന് പറയുന്നതേ ഉള്ളൂ. ഈ സമയം ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ അരിയിൽ വ്യത്യാസം വരാം, കുതിർന്നതിൽ വ്യത്യാസം വരാം, തീ ഇട്ടതിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുക, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇപ്പം നന്നായിട്ട് വെന്ത് പരുവമായി, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് നോക്കാം, ഒട്ടുമേ വെള്ളമില്ല. ഇത് ഇപ്പം ഇളക്കണ്ട, നമുക്ക് അടച്ചു തന്നെ വെച്ചേക്കാം. ലേശം ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒത്തിരി വെന്ത് പോയെങ്കിൽ ഇത് അടച്ചു വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചേരെ. പക്ഷേ ഇത് ഓവറായിട്ടൊന്നും വെന്ത് പോയിട്ടില്ല, കണ്ടോ. തണുക്കുമ്പം നല്ല ഒന്നേലൊന്നേ തൊടാതെ കുറേയും കൂടെ കിടക്കും. അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കുകയാണേ. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് ഇളക്കാം. എന്ത് കറക്റ്റായിട്ടാ പറ്റി കിട്ടിയെന്ന് നോക്കിക്കേ. ഒത്തിരി ഇട്ട് ഇളക്കല്ലേ. ഇതിപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ തണുക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒന്നേലൊന്നേ തൊടാതെ കിടക്കും. ചിക്കനൊന്നും എന്താ വെന്തുടഞ്ഞു പോയിട്ടില്ല, നല്ല പരുവമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ കമന്റ് ഇടാനും മറക്കരുത്. നിങ്ങൾ അല്പമെങ്കിലും എരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടണേ. ഇത് അധികം ഒട്ടും എരിയില്ലാത്ത ഒരു പുലാവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നൊന്ന് നോക്കിയേക്കണേ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.